Searching for greatness. അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിത് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം ഞാൻ ഇന്നും നല്ലൊരു ഡ്രിങ്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ 5 രൂപയുടെ ബൂസ്റ്റ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കിഡിലൻ ഡ്രിങ്കാണ്. ഈ ചൂട് കാലത്തും ഇനി വരുന്ന നോമ്പ് കാലത്തൊക്കെ നമുക്ക് നല്ലോണം ട്രൈ ചെയ്യാൻ പറ്റിയ അത്ര വലിയ ചിലവൊന്നും ഇല്ലാത്ത ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ചേരുവകൾ കൊണ്ട് തന്നെ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ നോക്കാം നമുക്ക്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കണ്ടിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ സബ്സ്ക്രൈബ് ബെൽ ബട്ടൻ്റെ അടുത്തുള്ള ആ കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് കിടക്കാം. അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഷേക്കിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ഇളനീറിൻ്റെ പൾപ്പാണ്. അത് ക്ലീൻ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ പിന്നെ വേണ്ടത് 1 പാക്കറ്റ് പാലാണ്. അത് നല്ലോണം ഫ്രീസ് ചെയ്തിട്ട് അത് യൂസ് ചെയ്യുക. ഓക്കെ, ദെൻ നമുക്ക് വേണ്ടത് 1 പാക്കറ്റ് 5 രൂപയുടെ 1 പാക്കറ്റ് ബൂസ്റ്റ് ഇല്ലേ, അതാണ് വേണ്ടത്. ഓക്കെ, പിന്നെ നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് നമ്മൾ ഷുഗർ അത് കൂട്ടുകയും കുറക്കുകയും ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ നല്ലോണം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇളനീറിൻ്റെ പൾപ്പില്ലേ, അത് ഇട്ട് കൊടുക്കുക. ഓക്കെ, ദെൻ ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് ഇളനീറിൻ്റെ വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഓരോ ആൾക്കാരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് മധുരം കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യുക. എന്നാലും നമ്മുടെ ഷേക്ക് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് പാലാണ്. അതുകൊണ്ട് തന്നെ ആ പാല് ഇതിലേക്ക് ഒഴിക്കുമ്പോൾ ഇതിലേക്ക് ചേരുമ്പോൾ എന്താവും, മധുരം ഒന്ന് കുറഞ്ഞു പോകും. അതുകൊണ്ട് എപ്പോഴും ഒന്ന് കുറച്ച് കൂടിയിട്ട് നമ്മൾ മധുരം ഇടാൻ ശ്രമിക്കുക. പക്ഷേ മധുരം ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണെങ്കിൽ കുറച്ച് മധുരം കുറച്ചിട്ടു നമുക്ക് ഉണ്ടാക്കാം. അതൊക്കെ ഓരോ ആൾക്കാരുടെ ചോയ്സ് പോലെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഒഴിച്ചിട്ട് ഇതെന്ത് ചെയ്യുക, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതിന്ന് കുറച്ച് ഭാഗം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇനിയുള്ള പാലും ഇതൊക്കെ ഇട്ട് അടിക്കുന്ന സമയത്ത് പൊന്തി മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. നിങ്ങളുടെ ജാറ് വലിപ്പം ഉണ്ടെങ്കിലും പിന്നെ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് എല്ലാം ഒരുമിച്ചിട്ട് അടിക്കാവുന്നതാണ്. പക്ഷെ ഞാനിങ്ങനെ ചെയ്തത് എൻ്റെ ജാറ് ഒരിത്തിരി ചെറുതാണ്. അതുകൊണ്ട് തന്നെ ഇനി പുറത്തേക്ക് മറിയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഒരു പാത്രത്തിൽ ഒഴിച്ചു വെച്ചു. അതിനുശേഷം ബാക്കിയുള്ള ചേരുവകൾ പാലിൻ്റെ കട്ട ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മുടെ ഒരു പാക്കറ്റ് ബൂസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ ഒരു 1/4 ഭാഗം, ഓക്കെ, 1/4 ഭാഗം ഇതിലിട്ട് കൊടുക്കുക. ബാക്കിയുള്ള 1/4 ഭാഗം നമ്മൾക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പാക്കറ്റ് നമുക്ക് എന്ത് ചെയ്യുക, ഒളിച്ചിട്ട് ഞാൻ ഇതിലേക്ക് ബൂസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് അതിന് ശേഷം എന്ത് ചെയ്യുക, ഇത് നന്നായിട്ട് അടിച്ചിട്ട് നമുക്ക് വരാം. ഓക്കെ, അപ്പോൾ ഞാനിത് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ബാക്കിയുള്ള ഭാഗം അവിടെ ഒഴിച്ച് വെച്ചു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ അടിച്ചതും കൂടെ ഒഴിച്ച് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസി എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുട്ടികൾ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ അധികം തണുപ്പാക്കിയിട്ടില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു പാല് നമ്മൾ ആ സമയത്ത് പുറത്തെടുത്തിട്ട് നല്ല കട്ട
കട്ടപ്പാലാക്കിയിട്ട് നിങ്ങൾക്ക് അടിച്ച് കഴിഞ്ഞാൽ നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഞാനിവിടെ കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് തണുപ്പ് കുറച്ചതാണ്. അപ്പോൾ ഇതാ ഞാൻ സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ശേഷം ഞാൻ ബൂസ്റ്റ് വെച്ചിട്ട് അതൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ടുള്ള ഒരു ഇളനീർ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വലിയ ചിലവൊന്നും ഇല്ലാത്ത ഒരു ഡ്രിങ്കാണ്, മാത്രമല്ല വളരെ ഹെൽത്തി ആയിട്ടുള്ളതുമാണ്. നമുക്ക് നോമ്പിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. മാത്രമല്ല എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും അസ്സലാമു അലൈക്കും.